നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെഴുവേലി ബാബുജിയുടെ ചുവന്ന സന്യാസി തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. കാർ ഡ്രൈവ് ചെയ്യുമ്പോഴും മിസ്റ്റർ വർമ്മയുടെ തലച്ചോറിൽ സംശയത്തിന്റെ കോടമഞ്ഞ് കട്ട പിടിച്ചു കിടക്കുകയായിരുന്നു. അരുന്ധതി പറഞ്ഞ കാര്യം, ഇപ്പൊ സൂസമ്മ പറഞ്ഞത്, ഏതാണ് സത്യം? ഏതായാലും സൂസമ്മയ്ക്ക് തന്നോട് കള്ളം പറയേണ്ട ആവശ്യമില്ലെന്ന് അയാൾക്ക് തോന്നി. അപ്പൊ പിന്നെ അരുന്ധതി? അയാൾ ചിന്തിച്ചു നോക്കി. ഏതാനും ദിവസങ്ങളായി അവളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം. ഫോൺ ശബ്ദിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അവൾക്കൊരുതരം പരിഭ്രമമാണ്. ഇന്നലെ തന്റെ കൈകൾ തട്ടിമാറ്റിയിട്ടാണ് അവൾ ചെന്ന് റിസീവർ എടുത്തത്. അപ്പോഴത്തെ ഒരു നിലനിൽപ്പിന് വേണ്ടിയാകണം സൂസമ്മയുടെ പേരെടുത്തു പറഞ്ഞത്. തന്റെ ഭാര്യയെ തനിക്ക് പിടികിട്ടുന്നില്ലെന്ന് അയാൾക്ക് തോന്നി. അരുന്ധതിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതേക്കുറിച്ച് മാത്രമായി അയാളുടെ ചിന്ത. ഈ സമയത്ത് അരുന്ധതി ബാത്റൂമിലായിരുന്നു. ശരീരത്തിനും മനസ്സിനും വല്ലാത്ത ക്ഷീണം. ഒന്ന് കുളിച്ചേക്കാമെന്ന് വിചാരിച്ചു. ബാത്റൂമിൽ നിന്നും പുറത്തു വന്നതും ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. അവളുടെ മനസ്സ് ധൃതിയിൽ മിടിച്ചു. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവൾ റിസീവർ എടുത്തു. ഹലോ. ആ അരുന്ധതി. അപ്പുറത്ത് ആ ശബ്ദം, അവൾ ഏറ്റവും വെറുക്കുന്ന, ഭയക്കുന്ന ശബ്ദം. ഇന്നലെ ഞാൻ പറഞ്ഞ പണത്തിന്റെ കാര്യം? എന്റെ കൈവശം പണമൊന്നുമില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നതല്ലേ. അതൊന്നും പറയേണ്ട കാര്യമില്ല. നിനക്കാണ് പണത്തിന് ബുദ്ധിമുട്ട് അല്ലേ? ഉടനെ ഒരു ചെക്ക് എഴുതി നീ സ്റ്റേറ്റ് ബാങ്കിലേക്ക് വരിക. ഞാൻ കാത്തു നിൽക്കാം. ഇല്ല, ഞാൻ വരില്ല. ഒരു ഉന്മാദിനിയെ പോലെ അരുന്ധതി പുലമ്പി. നിങ്ങൾ എന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണ്. അതെ, അയാൾ തുറന്നു പറഞ്ഞു. എനിക്കുടനെ പണം കിട്ടണം. ഇല്ലെങ്കിൽ ഓർഫനേജിൽ വളരുന്ന നിന്റെ കുട്ടിയെപ്പോലും ഇനി കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അരുന്ധതിയുടെ ഇടനെഞ്ചു പിടഞ്ഞു. അയാൾ തുടരുകയാണ്. നിന്റെ കുട്ടി കണ്ണും കാതുമില്ലാതെ ഈ സംസ്ഥാനത്തെ തെരുവുകളിൽ തെണ്ടി നടക്കും. അവൾ വിറച്ചുപോയി. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. അങ്ങനെ വഴിക്കുക. എത്രയും വേഗം നീ സ്റ്റേറ്റ് ബാങ്കിൽ എത്തുക. ദയവായി ദയവായി എന്നെ ഒഴിവാക്കൂ. നോ. അയാൾ ഉറക്കെ ചിരിച്ചു. നിന്നെ ഒഴിവാക്കുന്ന പ്രശ്നമില്ല. അരുന്ധതി തളർന്നു. എനിക്കുടനെ മറുപടി വേണം. സ്വരത്തിൽ ഭീഷണിയുടെ നിറം കലർന്നിരുന്നു. ഞാൻ വരാം. പെട്ടെന്ന് അവൾ സമ്മതിച്ചു. എത്രയും വേഗം. ഫോൺ കട്ടായി. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവൾ ചെക്ക് എഴുതി. വർമ്മേട്ടൻ അറിയാതിരുന്നാൽ മതിയായിരുന്നു. ധൃതിയിൽ വേഷം മാറി താൻ വേഗം വരാമെന്ന് വേലക്കാരിയോട് പറഞ്ഞിട്ട് പുറത്തെത്തി. അവൾക്ക് മാത്രമായി ഒരു പ്രീമിയർ പത്മിനി കാർ ഉണ്ടായിരുന്നു. അവൾ അതിൽ കയറി. കാർ ഗേറ്റ് കടന്നു. സ്റ്റേറ്റ് ബാങ്കിന് മുന്നിൽ കാർ എത്തി. 5 നില കെട്ടിടത്തിന്റെ 3-ാം നിലയിലായിരുന്നു ബാങ്ക് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവൾ സ്റ്റെപ്പുകൾ കയറുമ്പോൾ ഒരു തുകൽ ബാഗുമായി ഒരു മനുഷ്യനൊപ്പം എത്തി. ഈ ബാഗിൽ പണം വാങ്ങിക്കൊള്ളൂ. ആ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അയാളുടെ മുഖത്ത് തറഞ്ഞു. താൻ ജീവിതത്തിൽ ഒരിക്കലും ഇയാളെ കണ്ടിട്ടില്ലെന്ന് അവൾ ഓർത്തു. ആർക്കും സംശയം തോന്നാതെ വേഗം, അയാൾ ഓർമ്മിപ്പിച്ചു. അരുന്ധതിയുടെ കാലുകൾ യാന്ത്രികമായി ചലിച്ചു. ക്യാഷ് കൗണ്ടറിന് മുന്നിലെ ചാരുബെഞ്ചിൽ കാത്തിരിക്കുമ്പോൾ ഒരു പരിചയക്കാരനെ കണ്ടു. തനിച്ചേയുള്ളോ? അയാൾ തിരക്കി. ആ, അവൾ ഒരുവിധം ചിരിച്ചു. പരിചയക്കാരൻ നടന്നുപോയി. അവളുടെ ടോക്കൺ നമ്പർ എത്തി. തുകൽ ബാഗിൽ ഇത്രയും പണം നിറയ്ക്കുന്നത് കണ്ടപ്പോൾ പലരും അവളെ തുറച്ചു നോക്കി. അരുന്ധതി ആരെയും ശ്രദ്ധിച്ചില്ല. ബാഗുമായി പുറത്തേക്ക് നടന്നു. താഴെ ആ മനുഷ്യൻ കാത്തു നിൽക്കുകയായിരുന്നു. അവളെ കണ്ടയുടനെ അയാൾ കാറിന്റെ പിൻസീറ്റിൽ കയറിയിരുന്നു. അരുന്ധതി നെറ്റി ചുളിച്ചു. അവൾ കാറിനടുത്തെത്തിയ ഉടൻ അയാൾ പറഞ്ഞു, വേഗം കയറിക്കോളൂ. നിങ്ങൾ? നമ്മൾ ഇരുവരും ഒരിടത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഇല്ല, ഞാൻ എങ്ങും വരുന്നില്ല. അത് തീരുമാനിക്കുന്നത് നീയല്ല. നോക്ക്, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കല്ല, നിനക്കാണ് കുഴപ്പം. വിഷമവും കോപവും ഒക്കെ ഒന്നിച്ചുണ്ടായി അരുന്ധതിക്ക്. ബാഗ് സീറ്റിലേക്ക് ഇട്ടിട്ട് അവൾ കാറിൽ കയറി. നിങ്ങൾ ചോദിച്ച പണം ഈ ബാഗിലുണ്ട്. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിന്? പണം ചോദിച്ചത് ഞാനാണെങ്കിലും
അതെനിക്കു വേണ്ടിയല്ല. എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ച മനുഷ്യൻ നമ്മളെയും പ്രതീക്ഷിച്ച് ഒരിടത്തിരിപ്പുണ്ട്. അരുന്ധതി സ്തബ്ധയായി. അപ്പോ ഒന്നിലധികം ആൾക്കാർ ചേർന്ന് പ്ലാൻ ചെയ്തതാണോ ഇത്? എനിക്ക് വരാൻ കഴിയില്ലെന്ന് നിങ്ങൾ അയാളോട് പറഞ്ഞേര്. നോ. അയാളുടെ സ്വരത്തിന് കനം കൂടി വന്നു. നിങ്ങളെയും കൊണ്ട് ചെല്ലാമെന്നാണ് ഞാൻ വാക്ക് കൊടുത്തിരിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പൂർവകാലങ്ങളുടെ തെളിവായ കാസറ്റുകൾ ഇന്നു തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ പക്കലെത്തും. പിന്നെ കുട്ടിയുടെ കാര്യം വേണ്ട. അവൾ കാതുകൾ പുത്തി. എങ്കിൽ എന്നെ അനുസരിക്കുക. അവൾ കാർ സ്റ്റാർട്ട് ചെയ്തു. അയാൾ പറഞ്ഞുകൊടുത്ത വഴികളിലൂടെ അവൾ കാർ പായിച്ചു. വർമ്മ അന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായിരുന്നു അവളുടെ ആശ്വാസവും. കാർ ഒരിടുങ്ങിയ റോഡിലൂടെ കുന്നുകയറുവാൻ തുടങ്ങി. അധികം ആൾപ്പാർപ്പില്ലാത്തൊരു ഭാഗമായിരുന്നു അത്. റോഡിനിരുവശത്തും നിഴൽ വിരിച്ചു നിൽക്കുന്ന കൂറ്റൻ റബ്ബർ മരങ്ങൾ. അവൾ പിന്നിലേക്ക് ശ്രദ്ധിച്ചു. യാതൊന്നും പറയാതെ പിൻസീറ്റിൽ ചാരിക്കിടക്കുകയാണ് അയാൾ. ഏതാണ്ട് 2 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ മുന്നിൽ ചുറ്റുമതിലുള്ള ഒരു കൂറ്റൻ കെട്ടിടം കണ്ടു. ഗേറ്റിൽ പാറാവുകാരനുണ്ടായിരുന്നു. കാർ കണ്ടയുടനെ അയാൾ ഗേറ്റ് തുറന്നു. അകത്തേക്ക് വിട്ടോ, പിന്നിലിരുന്നവന്റെ നിർദ്ദേശം. പൊടുന്നനെ അവൾ നടുക്കുന്നൊരു കാഴ്ച കണ്ടു. ഒരു പുലി പൂന്തോട്ടത്തിൽ അത് അവർക്കു നേരെ തല ഉയർത്തി നോക്കി നിൽക്കുകയായിരുന്നു. കാർ നിർത്തിയ അരുന്ധതി അതിൽ നിന്നിറങ്ങാതെ ഇരുന്നു. പുലി വല്ലാത്ത ശബ്ദത്തിൽ മുരണ്ടു. അവൾ വിറച്ചുപോയി. പുലിയുടെ കൂർത്ത പല്ലുകളും നീണ്ട നാവും അവൾ കണ്ടു. പിന്നിലിരുന്ന മനുഷ്യൻ ഡോർ തുറന്നിറങ്ങി. പേടിക്കണ്ട, മര്യാദയ്ക്ക് വരികയും പോകുകയും ചെയ്യുന്നവരെ അവൻ ഉപദ്രവിക്കില്ല. എന്നിട്ടും അരുന്ധതി അനങ്ങിയില്ല. ഇറങ്ങാൻ. അയാൾ തന്നെ ഡോർ വലിച്ചു തുറന്നു. അവൾക്ക് പിന്നെ ഇറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. പണം നിറച്ച ബാഗ് അയാൾ എടുത്തു. വാ. അയാൾ മുന്നിൽ വാതിൽക്കലേക്ക് നീങ്ങി. അവിടെ വിദേശ നിർമ്മിതമായ ഒരു കാർ കിടപ്പുണ്ടായിരുന്നു. അയാളുടെ കൈവിരൽ കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ അമർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. ഒരു യുവതി. അയാളുടെ പിന്നാലെ അവളും അകത്തേക്ക് കയറി. പിന്നിൽ പുലി മുരളുന്നത് അവൾ കേട്ടു. വാതിലടച്ചിട്ട് യുവതിയും അവർക്കൊപ്പം ചെന്നു. വിശാലമായ വിസിറ്റിംഗ് റൂം. പെട്ടെന്ന് ശ്വാസം നിലച്ചതുപോലെ അവിടെ തറഞ്ഞു നിന്നുപോയി അരുന്ധതി. മുന്നിൽ ഒരു ടീപ്പോയിൽ ഉണങ്ങിയ ഒരു മരക്കുറ്റി വച്ചിരിക്കുന്നു. അതിൽ ചുറ്റിപ്പിണഞ്ഞ് ഫണം വിടർത്തി നിൽക്കുന്ന മൂർഖൻ. അതിന്റെ കണ്ണുകൾക്ക് ചുവപ്പ് നിറമായിരുന്നു. അവരെ നോക്കി അത് ചീറ്റി. പേടിക്കണ്ട. യുവതി അരുന്ധതിയുടെ തോളിൽ തട്ടി. അവർ മുന്നോട്ടു പോയി. 2ാം നിലയിലേക്കുള്ള പടികൾ കയറി. അവിടെ മനോഹരമായ ഒരു മുറിയിൽ മെല്ലെ ആടിക്കൊണ്ടിരിക്കുന്ന ആട്ടുകട്ടിലിൽ ഒരാൾ അവളെയും പ്രതീക്ഷിച്ച് കിടക്കുകയായിരുന്നു. അയാളുടെ ചുണ്ടുകളിൽ എരിഞ്ഞമരുന്ന ചുരുട്ട്. തൊട്ടടുത്തിരിക്കുന്ന ടീപ്പോയിൽ പകുതിയൊഴിഞ്ഞ റോയൽ സല്യൂട്ടിന്റെ കുപ്പിയും ഗ്ലാസും സോഡയും. അയാളെ കണ്ട നിമിഷത്തിൽ അവൾ നടുങ്ങി വിറച്ചു. ഗുരു. ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. സ്വാമി നിത്യാനന്ദ എന്ന മഹാഗുരുജിയായിരുന്നു അത്. ഒരു മുണ്ടും ജുബ്ബയുമായിരുന്നു അയാളുടെ വേഷം. അവളുടെ മുഖത്തേക്ക് നോക്കി ഗുരു പതിയെ ചിരിച്ചു. മകൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? അരുന്ധതിയുടെ മുഖത്തേക്ക് രക്തമിരച്ചു കയറി. ദുഷ്ട! പൊടുന്നനെ പരിസരം മറന്ന് അലറി വിളിച്ചവൾ മുന്നോട്ട് പാഞ്ഞു. എന്നാൽ അവളെ അവിടേക്ക് കൊണ്ടുവന്ന മനുഷ്യൻ പിന്നിൽ നിന്ന് പിടിച്ചു കളഞ്ഞു. ഒപ്പം കാതുകളിൽ കനത്ത ശബ്ദം വീണു. മര്യാദയ്ക്കല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന പുലിക്ക് ഭക്ഷണമാകാം. അരുന്ധതി തളർന്നു. മഹാഗുരുജി ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. 2 ദിവസം മുമ്പ് അമേരിക്കയ്ക്ക് പോയ ഇയാൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അവൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്റെ ജീവിതം തകർത്തു. ഇപ്പൊ വീണ്ടും. അരുന്ധതി വിങ്ങിപ്പൊട്ടി. ഗുരുജി കൈ ഉയർത്തിയപ്പോ യുവതിയും അരുന്ധതിയെ കൂട്ടിക്കൊണ്ടുവന്ന മനുഷ്യനും അവിടെ നിന്ന് പോയി. ഇനി നിനക്ക് പറയാനുള്ളത് പറയൂ. ഗുരുജി അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. നിങ്ങൾ എന്നോട് കാട്ടിയ ക്രൂരതകളെല്ലാം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. പക്ഷേ ഇനിയും നിങ്ങൾ എന്തിനെന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നു? എന്റെ മനസ്സിൽ ഒരിക്കലും മറക്കാത്തൊരാവേശമാണ് നീ. അന്ന് നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ എന്റെ കണ്ണുകൾ ഈ 7 വർഷക്കാലവും നിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഞാനുമായി ബന്ധമുള്ള ആരും ഒരിക്കലും എന്നെ മറന്നുകൂടാ. അതെന്റെ നിർബന്ധമാണ്. ഇപ്പോ നിങ്ങൾ ചോദിച്ച പണം ഞാൻ തന്നില്ലേ? ഇനി എന്നെ വിട്ടുകൂടെ? പാടില്ല കുട്ടി.
നിന്റെ ഈ ഒടുങ്ങാത്ത സൗന്ദര്യം ആണത്തമില്ലാത്ത വർമ്മയ്ക്ക് അടിയറ വയ്ക്കാനുള്ളതല്ല. നിന്റെ ആസക്തികൾ ഒതുങ്ങണ്ടേ? ഒരു പുരുഷന്റെ സാമീപ്യത്തിനു വേണ്ടി നിനക്ക് കൊതി തോന്നാറില്ലേ? ഇല്ല ഇല്ല. എങ്കിൽ എനിക്കാഗ്രഹമുണ്ട്. നിന്റെ യൗവനം പാഴായി പോകരുതെന്ന നിർബന്ധവും. അയാൾ എരിഞ്ഞു തീർന്ന ചുരുട്ട് ആഷ്ട്രയിൽ കുത്തിത്തിരുകി. അടുത്ത മുറിയിൽ എൻ്റെ ഒരു അതിഥിയുണ്ട്. അദ്ദേഹത്തെ മാന്യമായി സൽക്കരിച്ചിട്ട് നിനക്ക് പോകാം. ഗുരുജിയുടെ വാക്കുകൾ തീമഴയായി അവളുടെ കാതുകളെ പൊതിഞ്ഞു. ഇല്ല, മരിക്കേണ്ടി വന്നാലും ഇനി ഞാൻ വഴങ്ങില്ല. ഉറച്ചതായിരുന്നു അരുന്ധതിയുടെ ശബ്ദം. ഞാൻ ഇന്ന് മാന്യമായി ജീവിക്കുന്ന ഒരു ഭാര്യയാണ്. എന്നെ തകർക്കരുത്. മഹാഗുരുജി അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നിന്റെ അവസാന വാക്കാണോ ഇത്? അതെ. അയാൾ ശിരസനക്കി. മരണം നിനക്ക് അത്രയ്ക്കിഷ്ടമാണോ? ഇത്തരം ഒരു ജീവിതത്തെക്കാൾ നല്ലത് അതാണ്. ഗുഡ്. പക്ഷേ മരിക്കുന്നത് നീയല്ലെങ്കിലോ? അവൾ മനസ്സിലാകാത്ത ഭാവത്തിൽ അയാളെ നോക്കി. ചിരിച്ചുകൊണ്ട് മഹാഗുരുജി പറഞ്ഞു, ഓർഫനേജിൽ വളരുന്ന നിന്റെ രക്തത്തിൽ പിറന്ന കുട്ടിക്ക് മരണം സംഭവിച്ചാൽ നിനക്ക് വേദന തോന്നുമോ? അരുന്ധതിക്ക് മറുപടിയില്ലായിരുന്നു. നാവ് മരവിച്ചുപോയി. ഒന്നിനും ഞാൻ മടിക്കില്ലെന്ന് നിനക്കറിയാമല്ലോ. അറിയാം, മറ്റാരെക്കാളും അറിയാം. അവൾ സ്വരം വീണ്ടെടുത്തു. അതൊരു കൊടുങ്കാറ്റായി ഗുരുജിക്ക് നേരെ ആഞ്ഞടിച്ചു. ദിവ്യനാണ് പോലും, ദിവ്യൻ. തനിക്കെന്ത് ദിവ്യത്വമാണോ ഉള്ളത്? സ്ത്രീകളുടെ ചാരിത്രത്തിനു പിന്നാലെ പാഞ്ഞു നടക്കുന്ന പട്ടി. ഒരിക്കൽ നിന്റെ ഈ മുഖം മൂടികൾ തകർന്നു വീഴും. ജനങ്ങൾ പേപ്പട്ടിയെപ്പോലെ നിന്നെ ഓടിച്ചിട്ടെറിയും. അത് കണ്ട് ആദ്യം ചിരിക്കുന്നത് ഞാനായിരിക്കും. മഹാഗുരുജിയുടെ മുഖം വലിഞ്ഞു മുറുകി. നാവടക്കടി ദരിദ്രവാസി. അരുന്ധതി മിണ്ടിയില്ല. മഹാഗുരുജിയുടെ ശബ്ദം കൽപ്പനാരൂപത്തിൽ ഉയർന്നു. മര്യാദയ്ക്ക് അപ്പുറത്തെ മുറിയിലേക്ക് ചെല്ലടി. അവിടെയുള്ള എന്റെ അതിഥിക്ക് അനിഷ്ടം തോന്നത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഓർഫനേജിലേക്ക് എന്റെ കാർ നീങ്ങും. തുണ്ടം തുണ്ടമായി നിന്റെ കുഞ്ഞിന്റെ ശവശരീരം അവിടെ ചിതറി വീഴും. ഗുരുജി പറഞ്ഞത് ഭാവനയിൽ കാണുകയായിരുന്നു അരുന്ധതി. ആ ഭീകര ദൃശ്യം കണ്ട് അലറിക്കരഞ്ഞുപോയി അവൾ. ചെല്ല്, വേഗം ചെല്ല്. അയാൾ തൊട്ടടുത്ത മുറിക്ക് നേരെ കൈ ചൂണ്ടി. നിന്റെ ഭർത്താവ് വരുന്നതിന് മുമ്പ് നിനക്ക് വീട്ടിൽ തിരികെ എത്തണ്ടേ? തറയിൽ തറഞ്ഞതുമാതിരി നിൽക്കുകയായിരുന്നു അവൾ. ചെല്ലാൻ. ഒരു സ്വപ്നത്തിൽ നിന്നെന്ന വണ്ണം ഞെട്ടിയുണർന്ന അവളുടെ കാലുകൾ തൊട്ടടുത്ത മുറിയുടെ വാതിലിന് നേരെ നീണ്ടു. ഗുരുജി ശബ്ദമില്ലാതെ ചിരിച്ചു. വാതിൽക്കൽ ഒരു നിമിഷം സംശയിച്ചു നിന്നതിന് ശേഷമാണ് അരുന്ധതി അകത്തേക്ക് കയറിയത്. അവിടെ ദീർഘകായനായ ഒരാൾ അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഒന്നേ നോക്കിയുള്ളൂ. അവൾ വിളറിപ്പോയി. മുന്നിൽ SP ചന്ദ്രഹാസ്. ഈ മനുഷ്യൻ തന്റെ ഭർത്താവിന്റെ ഒപ്പം വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അവൾ ഓർത്തു. അയാൾ അവളെ നോക്കി പരിചിത ഭാവത്തിൽ ചിരിച്ചു. വാരുന്ധതി. സാർ. അവൾ അയാളെ തൊഴുതു. രക്ഷിക്കണം സാർ. അയാൾ അവൾക്കരികിലേക്ക് വന്നു. എനിക്ക് പകരം മറ്റാരെങ്കിലുമായിരുന്നു ഈ മുറിക്കുള്ളിലെങ്കിൽ അരുന്ധതി എന്തു ചെയ്യുമായിരുന്നു? നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഈ കള്ളസന്യാസിയെ രക്ഷിക്കുകയാണല്ലേ? അങ്ങനെ പറയരുത് അരുന്ധതി. അദ്ദേഹം ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, മഹാത്മാവാണ്. അക്കാര്യത്തിൽ സംശയമില്ല. മഹാത്മാവ്. അരുന്ധതി പുച്ഛഭാവത്തിൽ SP നോക്കി. അയാളിൽ നിന്നും തനിക്ക് നീതി കിട്ടില്ലെന്ന് അവൾക്കുറപ്പായി. പോലീസ് ഓഫീസറുടെ കണ്ണുകൾ അവളുടെ മേനിയിൽ ഇഴയുകയായിരുന്നു. അന്ന് വർമ്മയുടെ കൂടെ വീട്ടിൽ വന്നപ്പോൾ തന്നെ അരുന്ധതിയെ ഞാൻ മോഹിച്ചു പോയതാണ്. വികാരം നിറഞ്ഞ അയാളുടെ ശബ്ദം. മറ്റൊരാളുടെ ഭാര്യയെ മോഹിക്കുന്നത് പാപമാണ് സർ. ഒക്കെ ശരി തന്നെ. എന്നാലും അരുന്ധതിയുടെ ഈ ഉടയാത്ത മേനി കാണുമ്പോൾ അയാൾ പെട്ടെന്ന് വാതിലടച്ചു. പിന്നെ വല്ലാത്തൊരാവേശത്തോടെ അവളെ കെട്ടിപ്പുണർന്നു. അരുന്ധതി പിടഞ്ഞുപോയി. അയാളുടെ കൈകൾ തന്റെ ശരീരത്തിൽ നിന്നും വിടുവിക്കാൻ അവൾ ശ്രമിച്ചു. വേണ്ട, ഗുരുജിയുടെ മുന്നറിയിപ്പ് മറന്നിട്ടില്ലല്ലോ. അതോടെ അവൾ തളർന്നു. അയാൾ അവളെ കിടക്കയിലേക്ക് നടത്തി. അതിനിടയിൽ പോലും താൻ വിവസ്ത്രയാക്കപ്പെടുകയാണെന്ന് അവൾ അറിഞ്ഞു. അവളുടെ മൃദുല ഭാഗങ്ങളിലേക്ക് ഒരു തേരട്ടയെപ്പോലെ അയാളുടെ കൈകൾ അരിച്ചിറങ്ങി. അരുന്ധതിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. കെട്ടുനിർത്തിയിരുന്ന വികാരങ്ങൾക്ക് ചിറകമുളച്ചു.
അവളുടെ ശരീരത്തിൽ നിന്നും അവസാനത്തെ വസ്ത്രവും അഴിഞ്ഞു വീണു. എസ് പിയുടെ കണ്ണുകളിൽ തീയുടെ തിളക്കം. മണിക്കൂറുകൾ ഇഴഞ്ഞുപോയി. എസ് പി ചന്ദ്രഹാസ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു, സംതൃപ്തമായ മുഖഭാവത്തോടെ. അപ്പോഴും അർത്ഥ ആലസ്യത്തിൽ അമർന്നു കിടക്കുകയായിരുന്നു അരുന്ധതി. മനുഷ്യ മനസ്സുകൾ തീ പിടിപ്പിക്കാനുള്ള ശക്തിയുണ്ട് അവളുടെ ശരീരത്തിനെന്ന് ചന്ദ്രഹാസ് അറിഞ്ഞു. ഏയ്, അയാൾ അവളെ തട്ടി വിളിച്ചു. അവൾ കണ്ണുകൾ തുറന്നു. അവ മുറിയിലാകെ പലവട്ടം വട്ടം ചുറ്റി. പിന്നെ ധൃതിയിൽ അവൾ വസ്ത്രങ്ങൾ വലിച്ചു നീക്കിയിട്ട് തന്റെ നഗ്നത മറച്ചു. വിതുമ്പിപ്പോയി അരുന്ധതി. താൻ വർമ്മേട്ടനെ ചതിക്കുകയാണ്. ഒരു കോടതിയും തനിക്ക് മാപ്പ് തരില്ല. ചന്ദ്രഹാസ് ബാത്റൂമിലേക്ക് പോയി. പിടയുന്ന മനസ്സുമായി അരുന്ധതി എണീറ്റു. മിനിറ്റുകൾ ഇഴഞ്ഞു. ക്ലോക്കിൽ 2 മണി അടിച്ചു. അരുന്ധതി ഞെട്ടി. എത്രയും വേഗം വീട്ടിലെത്തണം. അവൾ ധൃതിയിൽ വസ്ത്രം നേരെയാക്കി. ചന്ദ്രഹാസ് യാത്ര പറഞ്ഞുപോയി. അരുന്ധതി പുറത്തു വരുമ്പോൾ മഹാഗുരുജി പുഞ്ചിരിച്ചു. കൊള്ളാം, അരുന്ധതി മിടുക്കിയാണ്. എന്റെ അതിഥി പരിപൂർണ സംതൃപ്തിയോടെയാണ് പോയത്. അവൾ എന്തോ പറയാൻ ഭാവിക്കുമ്പോൾ മഹാഗുരുജി കണ്ണുകളടച്ച് തന്റെ വലതുകൈ അന്തരീക്ഷത്തിലേക്ക് നീട്ടി എന്തോ പിറുപിറുത്തു. അതിമനോഹരമായ ഒരു താമരപ്പൂവ് ആ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ കണ്ണു തുറന്നു. ഇതാ മകളെ, കൊണ്ടുപോയിക്കൊള്ളൂ, സർവൈശ്വര്യങ്ങളും കിട്ടും. ഫു, അവളത് വാങ്ങി തറയിലെറിഞ്ഞു. കള്ളസന്യാസി, കൺകെട്ടുവേല എന്റെ മുന്നിൽ വീണ്ടും എടുക്കുന്നോ? മഹാഗുരുജി വിളറിപ്പോയി. ദേ, ഇനി ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചു. ഇനി എന്നെ ഒന്നിനും നിർബന്ധിക്കരുത്. അത് ഞാൻ പിന്നീട് ചിന്തിക്കേണ്ട കാര്യമാണ്. തൽക്കാലം അരുന്ധതിക്ക് പോകാം. ഇനി നിങ്ങൾ എന്നെ നിർബന്ധിച്ചാൽ, കനത്ത സ്വരത്തിൽ അവൾ പറഞ്ഞു, എനിക്കെന്തു സംഭവിച്ചാലും വേണ്ടില്ല. എല്ലാം ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ മരിച്ചു ജീവിക്കുന്നതിനേക്കാളും ഭേദം അതുതന്നെയാണ്. മഹാഗുരുജിയുടെ നെറ്റി ചുളിഞ്ഞു. അരുന്ധതി നടന്നുപോയി. ഗുരുജി അവളെ തന്നെ നോക്കിയിരുന്നു. താഴ്വാരത്ത് കത്തിക്കരിഞ്ഞു കിടക്കുന്ന കാർ. അതിനുള്ളിൽ ഒരു മൃതദേഹവും ഉണ്ടായിരുന്നു. ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷം പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു. ആ കാർ ആഭ്യന്തരമന്ത്രി CT തോമസിൻ്റെതായിരുന്നു. ആഭ്യന്തരമന്ത്രി കൊല്ലപ്പെട്ടു. വാർത്ത തലസ്ഥാനം നടുക്കി. ടെലിഫോണുകളും ടെലിപ്രിന്ററുകളും വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. രാവിലെ സത്യം ദിനപത്രത്തിന്റെ ഓഫീസിലെത്തിയ ലേഡി റിപ്പോർട്ടർ ശ്യാമിലി തന്റെ മേശയ്ക്കുള്ളിൽ കിടക്കുന്ന കവറും സ്റ്റാൻലിയുടെ കത്തും കണ്ടു. അവൾ മറ്റാരും കാണാതെ കവർ തന്റെ ബാഗിനുള്ളിലാക്കി. ചീഫ് എഡിറ്റർ ധനപാലാണ് സ്റ്റാൻലി സത്യം ദിനപത്രത്തിൽ നിന്നും പിണങ്ങിപ്പോയി എന്ന് അവളോട് പറഞ്ഞത്. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാനേജിംഗ് എഡിറ്ററോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോഴും തൃപ്തികരമായ മറുപടി ആയിരുന്നില്ല കിട്ടിയത്. എത്രയും വേഗം സ്റ്റാൻലി വെച്ചിട്ട് പോയ കവർ ഫാദർ ഇഗ്നേഷ്യസിനെ ഏൽപ്പിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. ഈ സമയത്തായിരുന്നു ആഭ്യന്തരമന്ത്രി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പത്രം ഓഫീസിലെത്തിയത്. ഇരുട്ടിൽ അലിഞ്ഞു ചേർന്നതുപോലെ സ്റ്റാൻലി ഇരുന്നു. വെളിച്ചത്തിന്റെ ഒരു കണിക പോലും അവിടെങ്ങും ഉണ്ടായിരുന്നില്ല. താൻ ഈ അറയ്ക്കുള്ളിൽ എത്തിയിട്ട് 12 മണിക്കൂറുകളോളം ആകുന്നുവെന്ന് റേഡിയം ഡയലുള്ള വാച്ചിൽ നിന്നും അയാൾ മനസ്സിലാക്കി. ഇപ്പോ ആഭ്യന്തരമന്ത്രി കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടുവെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. സത്യം എവിടെ കിടക്കുന്നു? പൊടുന്നനെ വാതിൽ തുറക്കപ്പെട്ടു. കടുത്ത വെളിച്ചം അവിടേക്ക് അടിച്ചു കയറി. കനത്ത കാലടികൾ സ്റ്റാൻലിയുടെ അരികിലേക്ക് നീങ്ങി. ആ ശബ്ദം അറയിൽ ആയിരമായി മുഴങ്ങി. സ്റ്റാൻലിയുടെ നട്ടെല്ല് പിടഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷഭരിതമായ ചുവന്ന സന്യാസി അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.